ആരു ഇതിൽ പേര് മാത്രമേ നിന്റെ ഉള്ളൂ. മെയിൽ ഐ ഡി ഏതാ? അരുണിന്റെയാ? പെട്ടെന്ന് ദേവ് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആർച്ച തിരിഞ്ഞു നോക്കി. പുറകിൽ ട്രൂ കോളർ ഓപ്പൺ ചെയ്ത് ഫോൺ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവൾ നോക്കിയൊന്ന് കണ്ണി ചെമ്മി പതിയെ കിച്ചുവിന്റെ നേരെ നോക്കി. ദേവി പോലും എന്റെ കൂടെയാ, ആർച്ച കിച്ചുവിന് കേൾക്കാൻ മാത്രം നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു. കിച്ചു പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്ത് നിന്നുപോയി. ഈ അരുൺ കിച്ചേടന്റെ ഫ്രണ്ട് അല്ലേ? കിച്ചുവിന്റെ പെട്ടിയിലേക്ക് അവസാനത്തെ ആണിയും അടിച്ച് ആർച്ച മനോഹരമായി ചിരിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. കിച്ചു ഇടം കണ്ടിട്ട് അച്ഛനെയും ചെറിയച്ഛനെയും നോക്കി. ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് രണ്ടുപേരും. ഒരു കാവടി കൂടെ ഉണ്ടെങ്കിൽ. അവൻ വലിയമ്മാവനെയും ചെറിയമ്മാവനെയും നോക്കി. ആരപ്പടക്കം പൊട്ടിച്ച് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. തലകുനിച്ച് നിൽക്കുന്ന കിച്ചുവിനെ കാണെ ആർച്ചയ്ക്ക് പുച്ഛം തോന്നിപ്പോയി. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ താൻ സ്നേഹിച്ചെന്നോർത്ത് സ്വയം പഴിച്ചു. പ്രണയിച്ച് നടന്നിരുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ പോലും കിച്ചുവിന്റെ ഇങ്ങനെ ഒരു മുഖം താൻ ശ്രദ്ധിച്ച പോലില്ലെന്ന് അവൾ ഓർത്തു. ഒരുപക്ഷെ അത് തന്റെ തോൽവിയായിരുന്നു. ഒരിക്കലും കിച്ചുവിന്റെ തെറ്റുകൾ കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല, അതിനിഷ്ടപ്പെട്ടിരുന്നില്ല. അവന്റെ സ്വപ്നങ്ങളും പിന്നെ നിരാശകളുമായിരുന്നു അന്ന് കൂടുതൽ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിന്നിരുന്നത്. അവന്റെ ഉള്ളിൽ ഇത്രത്തോളം സ്വാർത്ഥനായ ഒരു മനുഷ്യനുണ്ടെന്ന് തിരിച്ചറിയുന്ന പോലും ഇപ്പോഴാണ്. അറിയാൻ താൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. ഫോണും ചാറ്റും കോളും ഒക്കെയായിരുന്നു ലോകം. അച്ഛനെയും അമ്മയെയും അവഗണിച്ച ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കണ്ണു തുറന്ന് നോക്കിയിരുന്നുവെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പ്രണയവും സൗഹൃദവും അവരോടുള്ള അമിത വിശ്വാസവും കണ്ണുമൂടിയിട്ടുള്ള അവസ്ഥയിൽ എന്ത് ചിന്തിക്കാൻ? പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, ഒന്നുമില്ല, തലച്ചോറുമില്ല. അതും കൂടെ പണയം വച്ചല്ലേ പ്രേമിച്ചത്. ആർച്ച നെടുവീർപ്പിട്ടു. ദേവിയെ, ഇവനെങ്ങാനും എന്നെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായേനെ? ഇവൻ എന്നെ തേച്ചത് നന്നായി. തലേന്ന് കൂടെ അവൾ കിച്ചുവിനെ തുറിച്ച് നോക്കി. പിന്നെ അവൻ തേച്ചു എന്ന് മനസ്സിലായ രാത്രി ബാലാമണി കളിച്ച് ഞാൻ മറന്നിട്ടില്ല. പിന്നെ എൻ്റെ കൊച്ചല്ലേ, പോട്ടേന്ന് വെച്ചിട്ടാ. അടിപ്രദർശനത്തിൽ ഞാനതങ്ങ് ഒഴിവാക്കി വിട്ടു. ഫൈറ്റ് സീന് കാണാൻ കണ്ണുമിഴിച്ചിരിക്കുന്നതിനിടയിൽ ആർച്ചയുടെ ആത്മതം കേട്ട് ദേവി മുഖം വീർപ്പിച്ചു. സന്തോഷ് സാറേ, ആ അരുണിനെ വിളിച്ച് വരാൻ പറയും. 5 മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ആർച്ച പറഞ്ഞു. സന്തോഷ് ആലോചനയോടെ നിന്നു. സംഭവങ്ങളുടെ കിടപ്പുവശ അയാൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിരുന്നു. കിച്ചുവിനെ നോക്കി അയാൾ പല്ലിറുമി. സതീഷും. അതൊന്നും വേണ്ട. പെട്ടെന്ന് കലേശിന്റെ ശബ്ദമുയർന്നു. അയാൾ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. സതീഷ് അയാളെ തറപ്പിച്ച് നോക്കി. സംഭവിച്ചു. കൃഷ്ണകുമാറിനോട് സൗകര്യം പോലെ കാര്യം സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടും കിച്ചുവിന്റെ വാക്കും കേട്ട് ചാടി ഇറങ്ങി വന്ന് ഇയാൾ ഒറ്റ ഒരുത്തനാ. ഇവിടുത്തെ കുട്ടിയെല്ലാം തെളിഞ്ഞില്ലേ? അതോടെ ആ പ്രശ്നം തീർന്നു. ബാക്കി നോക്കാൻ ഞങ്ങൾക്കറിയാം. വാടാ. കിച്ചുവിനെ വിളിച്ച് അയാൾ തിരിഞ്ഞിടന്നു. കിട്ടിയതക്കതിന് പുറത്തിറങ്ങിയില്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടാനും പല്ലിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന അയാളുടെ സമർത്ഥവും താത്വികവുമായ അവലോകനത്തിൽ തെളിഞ്ഞ് കണ്ടിരുന്നു. ഭരത് അയാളുടെ മുമ്പിൽ കയറിന്ന് വഴി തടഞ്ഞു. അങ്ങനെ പോവാൻ വരട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനി ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് പോയാൽ മതി. അത് പറയാൻ നീ ആരടാ? കലേഷ് അവന് നേരെ ചീറി. മൂക്കിന് നേരെ മിന്നായം പോലെ വരുന്ന കണ്ടു. പെട്ടെന്ന് വിളിച്ചൊക്കെ അണഞ്ഞു. ഷടയെന്ന് തിരിച്ചു വന്നു. ഇത്ര പെട്ടെന്ന് ജലദോഷം വന്നോ? മൂക്കിലൂടെ എന്തോ അരിച്ചിറങ്ങുന്ന പോലെ തോന്നി. കലേഷ് പതിയെ തൊട്ടി നോക്കി. അയ്യോ ചോര! നിലവിളിയോടെ ഒരു കൈ കൊണ്ട് മൂക്ക് പൊത്തി മറുകയിലേക്ക് നോക്കി. പിന്നെ ഭരത്തിനെയും. സുധീഷ് അവന് നേരെ ചീറിയെടുത്തു. ശരത്ത് അയാളെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്തു. തനിക്ക് ബോക്സിംഗ് അറിയാമോ? ഇവനിതെന്ത് കുന്താണ് പറയുന്നെന്ന മട്ടിൽ സുധീഷ് അവനെ തുറിച്ചു നോക്കി. അവനറിയാം. ദേഷ്യം വന്നാൽ പിന്നെ അവന് കണ്ണു കാണില്ല. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നേരത്തെ കിട്ടിയതുപോലെ ആവില്ല. എന്നൊക്കെ സംസാരിക്കേണ്ടി വരും. ശരത്ത് അയാളുടെ ചുമലിൽ പതിയെ തട്ടി. ആർച്ച കണ്ണു മിഴിച്ച് അവനെ നോക്കി. പിന്നെ തന്റെ മൂക്കും തൊട്ടു നോക്കി. പതിയെ തലചരിച്ച് ഭരത്തിനെ നോക്കി. കുഞ്ഞിരാമ, എന്റെ മൂക്ക്. അവൾ മൂക്കിലൊന്ന് തടവി. സന്തോഷ് പെട്ടെന്ന് അരുണിനെ നമ്പർ ഡയൽ ചെയ്തു. കാര്യമൊന്നും പറയാതെ പെട്ടെന്ന് ആർച്ചയുടെ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു. ആർച്ചയുടെ വീട്ടിലേക്കുള്ള വഴി മുഴുവൻ അരുൺ എന്താണ് കാര്യമെന്ന ചിന്തയിലായിരുന്നു. അവിടെ എത്തിയതും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാവും പകച്ചുപോയി. കയറി വാരുൺ ചേട്ടാ. ആർച്ച അവനെ ക്ഷണിച്ചു. തലയും താഴ്ത്തി നിൽക്കുന്ന കിച്ചുവിനെ കൂടെ കണ്ടതോടെ തലയിൽ അയ്യോ പണിവാളിയിലോ മൂളാൻ തുടങ്ങി. ഒരൊറ്റ കാര്യം അറിയാനാ, ഈ നമ്പർ ഉപയോഗിക്കുന്ന അരുണേട്ടനാണോ? ആർച്ച ഫോൺ അവന് നേരെ നീട്ടിപ്പിടിച്ചു. നമ്പർ തിരിച്ചറിഞ്ഞ അവന്റെ മുഖം വിവരണമാവുന്ന കണ്ട് അവൾ ചുണ്ടുകൊട്ടി ചിരിച്ചു. അപ്പൊ ആണ്. ഇനി ചോദിക്കൂ സന്തോഷ് സാർ, ഇയാളും സാറിന്റെ മോനും കൂടി എന്തിനാ വിവാഹം മുടക്കാൻ ശ്രമിച്ചതെന്ന്? പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞ എല്ലാ അനാവശ്യവും ഇവർ രണ്ടുപേരെയും പറയണം. അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തുദോഷവും പറയണം. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് മനഃപൂർവ്വം അപമാനിച്ചതിന് മാനസിക പീഡനം, വീട്ടിൽ കയറി സംഘം ചേർന്ന ആക്രമണം, പിന്നെ എൻ്റെ ID പ്രൂഫ് എൻ്റെ അനുവാദം കൂടാതെ ഉപയോഗിച്ച് സിം എടുത്ത് ഒക്കെ ചേർത്ത് ഞാനൊരു പരാതി കൊടുക്കാം.
തെളിവുണ്ടല്ലോ. എന്താ? അവളുടെ ചോദ്യത്തിൽ സന്തോഷം നിന്നുരുകി. ആർച്ച ചുണ്ടുകൊട്ടി ചിരിച്ചു. അവൾ അരുണിനെ നോക്കി. ഈ നിൽക്കുന്നവൻ അറിയാതെ താൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നോട് കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. അരുൺ നിന്ന് പരിങ്ങി. അവൻ കിച്ചുവിനെ പാളി നോക്കി. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുടച്ച് കിച്ചു 2 വശത്തേക്കും പതിയെ നോക്കി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇരുവശത്തും ആരവും ശരത്തും നിൽക്കുന്നുണ്ട്. അടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കണ്ട വഴി ഇറങ്ങി ഓടിയാലോ? അവൻ ചുറ്റും നോക്കി. ഏത് സമയത്താണ് എന്തോ മനസ്സിൽ തലയിട്ട് അടിച്ചുകൊണ്ട് കിച്ചു സ്വയം പഴിച്ച്. ഇവൻ എന്നോട് ചാണകൊഴിച്ചതിൻ്റെ ദേഷ്യം. പക്ഷെ തനിക്കോ? അറിഞ്ഞോ അറിയാതെയോ ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. ആർച്ചയുടെ സ്വരമിടറി. കണ്ണു നിറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ, തൻ്റെ പെങ്ങളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ താൻ ഇവളെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ തൻ്റെ പെങ്ങളെന്നല്ലല്ലോ അല്ലേ? അപ്പം പിന്നെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് നിങ്ങളെ കണ്ടത്. വീട്ടിൽ തനിക്കൊണ്ടൊരു പെങ്ങള്. ഇതുപോലെ എന്തെങ്കിലും അവളോട് ആരെങ്കിലും ചെയ്യണം. അപ്പോഴേ മനസ്സിലാവും. നന്നായി ഓർത്തു. അവൾ അരുണിന് നേരെ വിരൽച്ചുകൊണ്ട്. ഒരിക്കലും ആർച്ചയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയില്ല. ശരിയാണ്, തനിക്കൊരു ഉപദ്രവം അവൾ ചെയ്തിട്ടില്ല. അവൻ ആർച്ചയെ നോക്കി തലകുനിച്ച് നിന്നു. ഒന്നും വേണ്ടായിരുന്നു എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞു. കിച്ചുവിന്റെ വിഷമം കണ്ടപ്പോൾ കൂടെ നിന്നുപോയതാണ്. ഇളയിൽ പിന്നെന്ത് കൂട്ടുകാരൻ കുഴിയിൽ വീണാ മുന്നും ചിന്തിക്കരുത്, കൂടെ ചാടിക്കോണം. നൻപണ്ട. സത്യം തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീർക്കാം. ഇല്ലെങ്കിൽ ഉറപ്പായി ഞാൻ പരാതിപ്പെടും. എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആർച്ച പറഞ്ഞു. അരുൺ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആരടി തുടങ്ങിണെന്ന മട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതൊക്കെ ചെയ്ത കിച്ചുവാ, എനിക്കൊരു പണി തരണമെന്നവൻ പറഞ്ഞു. നിങ്ങളുടെ പ്രണയത്തിന്റെ പേരും പറഞ്ഞ് വിവാഹം മുടക്കാൻ ശ്രമിച്ചാ എല്ലാവരും എനിക്കെതിരെ തിരിയൊന്ന് കണക്കൂട്ടി. ഒരു മിനിറ്റ്, ഇതിനിടയിൽ കല്യാണം മുടങ്ങിയാലോ? പെട്ടെന്ന് ആർച്ച ഇടയിൽ കയറി ചോദിച്ചു. അത് ആദ്യ ഇതിനുണ്ടായ ഉത്സാഹം കിച്ചുവിന് ഇപ്പോൾ യുവാത്തിനില്ല. മുടങ്ങട്ടെ എന്നായിരുന്നു. പിന്നെ തീയതി വരെ നോക്കി തീരുമാനിച്ച സ്ഥിതിക്ക് ഈ പ്രശ്നം എന്തായാലും സംസാരിച്ച് തീർക്കുന്നു അവനറിയാം. അതിനുള്ളിൽ നിന്നെ ഒന്ന് നാണം കെടുത്തി വിടണമെന്നായിരുന്നു പ്ലാന്. പിന്നെ കിത്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ID പ്രൂഫിൻ്റെ കോപ്പി എടുത്ത് സിം എടുത്തു. ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടായിരുന്ന എഡിറ്റ് ചെയ്ത് ശരിയാക്കി. പിന്നെ ശബ്ദമായിട്ട് സംസാരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏർപ്പാടാക്കി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അരുണിൻ്റെ മുഖത്ത് ആദ്യത്തെ അടി വീണു. കവിള് പൊത്തിപ്പിടിച്ച് അവൻ നേരെ നോക്കി. ആർച്ച മുന്നിൽ നിന്ന് പല്ലടിക്കുന്നുണ്ട്. ഏട്ടനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കണ്ണുമിഴിച്ചു. ആർച്ചയുടെ മുഖം ചുവന്നു. നിന്നെ പോലെ ഇത്രയും തരം താഴ്ന്ന പണിയുന്ന ഒരുത്തിനെ ഏട്ടനെന്ന് വിളിക്കാൻ എനിക്ക് വട്ടല്ലേ? ആർച്ച അവന് നേരെ ചീറി. ഇതൊക്കെ കണ്ട് പകച്ചു നിന്ന കിച്ചുവിന്റെ മുഖത്ത് 2ാമത്തെ അടി വീണു. ആർച്ച അവന് നേരെ വിരൽ ചൂണ്ടി നിന്ന് വിറച്ചു. അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നിന്റെ അനിയത്തെ ഞാൻ മറന്നു കളഞ്ഞതാ. ദേഷ്യമില്ലാത്തതോ പ്രതികാരം ചെയ്യാൻ അറിയാത്തതൊന്നുമല്ല. നിങ്ങൾ 2 പേര് എന്നെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന പോലുമില്ല. പക്ഷെ വീണ്ടും നീ എന്നെ ചൊറിയാൻ വന്നു. വേണ്ടാന്ന് കരുതി ഒഴിവാക്കി വിട്ടതാ. പക്ഷെ നീ ചോദിച്ചു വാങ്ങിക്കുക. കുറച്ചു ദിവസം മുമ്പ് മാറ്റിവെച്ച വെടിക്കെട്ടിന് അവൾ സന്തോഷപൂർവ്വം തിരികൊളുത്തി. പിന്നെ അത് പരത്തും ശരത്തും ആരവും ഏറ്റെടുത്തു. ഏറുപടക്കം, മോലപ്പടക്കം, മാലപ്പടക്കം, ഗുണ്ട്, ഗർഭം കലക്കി തുടങ്ങിയവ താളത്തിൽ പൊട്ടി തുടങ്ങി. ഓരോന്നും പൊട്ടുന്നതിനനുസരിച്ച് കിച്ചുവിന്റെയും കൂട്ടരുടെയും കണ്ണിൽ വിവിധ രൂപത്തിലുള്ള തിളക്കത്തിലുമുള്ള നക്ഷത്രങ്ങൾ തെളിഞ്ഞു മറിഞ്ഞുകൊണ്ടേയിരുന്നു.